റിപ്പർ ചന്ദ്രന്റെ സമയത്ത് റിപ്പർ ചന്ദ്രനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു. ചന്ദ്രനെ 1991 ജൂലൈ 6 ചന്ദ്രനെ തൂക്കിക്കൊന്നത്. ചന്ദ്രനെ തൂക്കിക്കൊല്ലാൻ നേരത്ത് ആരാച്ചാർ കേരളത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. ആരാച്ചാർ ജയിലിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലാതെ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആരാച്ചാർ റിട്ടയർ ചെയ്ത് പോയി, അദ്ദേഹം കടന്നുപോയിരിക്കുന്നു എന്ന് തോന്നുന്നു. ആരാച്ചാർ ഇല്ലാതെ വന്നപ്പോൾ ജയിൽ സൂപ്രണ്ട് വാറണ്ട് അനുസരിച്ച്, ബ്ലാക്ക് വാറണ്ട് അനുസരിച്ച് വിധി നടപ്പാക്കിയേ പറ്റുള്ളൂ. കോർട്ട് ഓർഡറാണ്, സെഷൻസ് കോടതിയുടെ ഓർഡറാണ്, മരണ വാറണ്ടാണ്. അവിടെ ജയിലിൽ പാർപ്പിക്കാൻ, ആ പ്രതി അവിടെ തുടർച്ചയായിട്ട് പാർപ്പിക്കാനായിട്ട് അനുവദിക്കില്ല. ആ വധശിക്ഷ വാറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ റിപ്പർ ചന്ദ്രനെ, നീലേശ്വരംകാരനായ റിപ്പർ ചന്ദ്രനെ അവസാനമായി തൂക്കിക്കൊന്നത് ആരാച്ചാർ ആയിരുന്നില്ല, ജയിൽ സൂപ്രണ്ട് കരുണാകരൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ജയിൽ പ്രസിഡന്റിന് ആ വിധി തൻ്റെ ജോലിയുടെ ഭാഗമായി നടപ്പാക്കാതിരിക്കാൻ മേല. അദ്ദേഹം ആരാച്ചാർ ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ അത് നടപ്പാക്കേണ്ടി വരും. അതുകൊണ്ട് ജയിൽ സൂപ്രണ്ട് ഈ റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊന്നു. കോർട്ട് ഓർഡർ പ്രകാരമാണ് ആ തൂക്കിക്കൊല. ഇവിടെ ഇന്ത്യയിലെ പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പം വധശിക്ഷ വിധിച്ച പല സ്റ്റേറ്റുകളിലും ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളും ഉണ്ട്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് സ്ത്രീകൾക്ക് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുമല്ലോ സംശയം തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഒരെണ്ണം ഒഴിച്ച് ഇന്ന് വരെ ഒരു സ്ത്രീകളെ തൂക്കിക്കൊന്നിട്ടില്ല. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ത്രീ തൂക്കുകയർ പ്രതീക്ഷിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവർ 6-7 പേരെ കൊന്നതാണ്, പക്ഷെ അത് ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഗ്രീഷ്മയുടെ കാര്യത്തിൽ 5-6 വർഷം കഴിയുമ്പോൾ മാത്രമേ ഹൈക്കോടതി ഇത് പരിഗണന എടുക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം അന്നേ അത് പരിശോധിക്കുള്ളൂ. അടിയന്തരമായി എടുക്കേണ്ടതാണെങ്കിൽ അന്നേരം എടുത്തേനെ. പക്ഷേ ഇത് അതിൻ്റെതായ രീതിയിൽ സീനിയോറിറ്റി അനുസരിച്ച് ഹൈക്കോടതി എടുക്കുള്ളൂ. തീർച്ചയായിട്ടും 5-6 വർഷം കഴിയും, എന്നിട്ട് മാത്രം ഇത് പരിഗണനയിൽ എടുക്കുകയുള്ളൂ. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വക്കീല് ശാസ്ത്രമംഗൽ അജിത് കുമാർ പറഞ്ഞതും ആ ഡിഫൻസ് അതിശക്തമായ ഒരു ഡിഫൻസ് തന്നെയാണ്. കാരണം ലൈൻ ഡിക്ലറേഷനിൽ ഗ്രീഷ്മയെ പറ്റി ഒന്നും പറയാതിരുന്നു മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഷാരോൺ. അതുകൊണ്ട് അവര് ഇന്നും കുറ്റം സമ്മതിക്കാതെ, അവര് ഒരു ദുഃഖഭാരം പോലും ഇല്ലാതെ, ഒരു മനസ്താപവും ഇല്ലാതെ ജയിലിലേക്ക് പോകുന്നത് കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഹൈക്കോടതിയിൽ 5-6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ശരി, ഇതിന് തൂക്കുകയർ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.